പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 29 ചൊവ്വാഴ്ച. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ പ്രഭാതം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം അങ്ങയുടെ വചനങ്ങൾ പാലിച്ച് അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രി മരണം മൂലം വേർപെട്ടു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളെല്ലാ പ്രാർത്ഥനകളുടെയും ബലിയർപ്പണത്തിൻ്റെ യോഗ്യതയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കാൻ കരുണയുണ്ടാകണമേ. ഇന്ന് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 42-ാം വചനം എന്ന് ധ്യാനിക്കാം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു വേദന പങ്കുവയ്ക്കുകയാണ് ഇന്ന് വചനത്തിലൂടെ. സ്നേഹവും സമയവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. സ്നേഹിക്കുക എന്നാൽ ഒരു വ്യക്തിക്ക് വേണ്ടി സമയം കൊടുക്കുക എന്നാണല്ലോ അർത്ഥം. അങ്ങനെയെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഒഴിഞ്ഞു നിൽക്കില്ല. അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനയിൽ ദൈവവിചാരത്തോടെ ആയിരിക്കും. യേശുവിൻ്റെ ഒപ്പം ചെലവഴിക്കാൻ സമയം കിട്ടാതെ വിഷമിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് മിക്കവാറും ചുറ്റും കാണാൻ കഴിയുന്നത്. ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട് താനും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓരോ ദിവസവും അങ്ങയുടെ ഒപ്പമായിരിക്കാനും അങ്ങയോട് സംസാരിക്കുവാനും ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങയോട് ചേർന്ന് ചെയ്യുവാനുമുള്ള വലിയ കൃപ കണ്ടെത്താൻ, അങ്ങയോട് കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.